ബിഗ് ബൻ എങ്ങനെയുണ്ട് പടം? ബിഗ് ബൻ പറഞ്ഞുണ്ട് ഇത് സീരിയസ് ഫാമിലി ത്രില്ലറാണ് സിനിമ. നമ്മുടെ അനുഭവൻ്റെ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് സിനിമയാണ്. 19 സിനിമയാണ് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. അപ്പോൾ നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നപ്പോൾ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അനുഭവൻ്റെ നല്ല സീരിയസ് സീക്രട്ട് കമ്മ്യൂണിക്കേഷനോട് നല്ലൊരു സിനിമയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നീക്കൊക്കെയാണ് റിവ്യൂട്ട് പറയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുന്നത് കാണുക, അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നത് കാണുക. ആദ്യം വാഗ്ദാനങ്ങളൊന്നും പറയാനില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന പേരുമായിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുക. കാരണം മിനിക്കൂട്ടാണെങ്കിലും ചന്ദ്രനാണെങ്കിലും മികച്ച സ്കോർ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രീതി മിയാ ജോർജിൻ്റെയൊക്കെ അഭിനയം നല്ല രീതിയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട്. എല്ലാവരും കാണാൻ ഒരു നല്ലൊരു വെറൈറ്റി സിനിമയാണ്. ഒരു ഗൾഫും കൊച്ചിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന ഗൾഫ് നടക്കുന്ന കഥയിൽ നിന്നുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഇന്നാൾ നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ പടത്തിലേക്ക് നമ്മൾ കണ്ടതാണ്, മറ്റേ മധുര നാരങ്ങ എന്നുള്ള സിനിമയിലേക്ക് ഗൾഫ് പശ്ചാത്തലം കാണിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം മധുര നാരങ്ങ, പിന്നെ ഡയമണ്ട് നെക്ലേസിനൊക്കെ ശേഷം നല്ലൊരു ഗൾഫും കൊച്ചിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം കാണിക്കുന്നുണ്ട്. അതിജീവനത്തിൻ്റെ ഒരു മെസ്സേജുള്ള കഥയാണ്. ഓക്കെ, അനുമോഹന്റെ ഒക്കെ അഭിനയം പിന്നെ വിനയ് ഫോട്ടോ എങ്ങനെയുണ്ട്? വിനയ് ഫോട്ടോ അനുമോഹൻ പിന്നെ നമ്മുടെ മിയയുടെ ഒക്കെ ഗസ്റ്റ് അപ്പിയറൻസ് എങ്ങനെയുണ്ട്? മിയ ജോർജ് എല്ലാം നന്നായി, എടുത്തു പറയാനൊന്നുമില്ല, എല്ലാം നന്നായി. പടം എൻ്റെ പടത്തെക്കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് മോശമല്ലേ? സാധാരണക്കാരല്ലേ പറയുന്നത്? ഓഡിയൻസ് പറയട്ടെ. ഞാനൊരു നല്ലൊരു പ്രൊഡക്റ്റ് എത്തിച്ചു. ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇപ്പോൾ വിനീത് ഫോണിനൊപ്പം അനുമോഹൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോഴേ നല്ല എക്സ്പീരിയൻസ് ആയി, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് അവരുടെയൊക്കെ വർക്ക്. ഇതിൽ കുറേ ഫൈറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റൊക്കെ കൊറിയോഗ്രാഫി ചെയ്തായിരുന്നു. ആണല്ലേ? ഓക്കെ, താങ്ക് യു. ചേർന്ന് തീവ്രത്തിന് ശേഷമുള്ള കേട്ടോ, അതാണ് ഞാൻ ലണ്ടനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നത്. ആണല്ലേ? അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സാറിന്? എക്സ്പീരിയൻസ് ഇതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ചന്തുനാഥ് ആണെങ്കിലും മിയ ആണെങ്കിലും കുറേ നാൾക്ക് ശേഷം ഒരു ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണുള്ളത്. അത് വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സ്ട്രഗിൾ ചെയ്ത് വരുന്നൊരു നായക കഥാപാത്രമാണല്ലോ. അത് വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിയിപ്പോ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ നമുക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നല്ല രീതിയിലായിട്ട് അവർക്ക് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. അതൊരു വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയിൽ തന്നെ പടം എങ്ങനെയുണ്ട്? അനുമോഹൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഇതുപോലെ ഒരു അമ്മയും കുഞ്ഞും നമ്മളുടെ ഭയങ്കര ഒരു പെർഫോമൻസ് ആണ് കാണിച്ചത് അല്ലേ? ഒരുപാട് പറയുന്നില്ല, എല്ലാവരും സിനിമ കാണാനുള്ളതാണ്. പിന്നെ അതിന് ഒരുപാട് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നമുക്ക് എന്താ പറയുക, എന്താണ് സംഭവിക്കണമെന്നൊരു പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു, നല്ല ഗാനങ്ങളായിരുന്നു. പിന്നെ സാറ് പാലക്കാരനാണ്, ഞാൻ പോകാറ്റിവിടെ സാറ് പാല അറിയാറ്. അപ്പോൾ എന്തായാലും സന്തോഷം ഇങ്ങനൊരു സിനിമ കാണാൻ സാധിച്ചില്ല. എല്ലാവരും ഫാമിലിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ വിനയ് ഫോട്ടോയാണെങ്കിലും പിന്നെ വിജയ് ബാബു സാറാണെങ്കിലും ഒക്കെ നല്ല പത്താമതിന് ശേഷം ഈ ഇമോഷണൽ ടച്ച് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്തപ്പോൾ? ഓരോരോ ഇമോഷൻസ് ആണ്. വേറൊരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ സിനിമ. ഓക്കെ, താങ്ക് യു. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബൻ സിനിമ കണ്ടു. ചന്ദ്രചേട്ടൻ്റെ പ്രകടനം അടിപൊളിയാണ്. സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നു. നല്ല പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ ഫീനിക്സിനും സീക്രട്ട് ഹോമിന് ശേഷം ചന്ദ്രചേട്ടൻ അഭിനയിച്ച സിനിമയാണ്. അനുമോഹൻ്റെ കൂടെ ചന്ദ്രചേട്ടനുണ്ട്. ചന്ദ്രചേട്ടൻ നമസ്കാരം.
പടത്തെ പറ്റി ഒരു ചെറിയൊരു വാക്ക് വലിയ പ്രശ്നം അല്ല പടം ഞാനൊരു ചെറിയൊരു എക്സ്റ്റൻഡ് ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. നല്ല വേഷമാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ലീഡ് ചെയ്തിരിക്കുന്നതിനും അത് ഭയങ്കര സന്തോഷം. ടൈം എന്ന് പറയാം ഇത് യു കെയിലാണ് ഫുൾ ഷൂട്ട് ചെയ്തത്. ഇല്ലില്ല കുറേ നാളെ ഷൂട്ട് ചെയ്തത്. വിജയ് ബാബു സാറ് അഭിനയിച്ചല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വിജയ് ചേട്ടൻ്റെ കോമ്പിനേഷൻ ഒന്നുമില്ല. പേസല്ലേ അറിയോ? പിന്നെ വിജയ് ചേട്ടൻ്റെ അറിഞ്ഞൂടെ പിന്നെ പെരിച്ചായ്ക്ക് ശേഷം ഒരു കോട്ടർ സൂട്ടൊക്കെ ഇട്ട് എക്സിക്യൂട്ട് പുള്ളി അത് ഭയങ്കര നല്ല ആ ഒരു പരിപാടി ചേരും. നല്ല മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബന്ധത്തിന്റെ കഥ പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ഞെട്ടിയിരുന്നു എന്ത് സംഭവിക്കുന്നുണ്ട് അല്ലേ. ഫാമിലി ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യും. പോലീസ് വേഷമാണ് ഇഷ്ടം, ഫാമിലി വേഷമാണ് ഇഷ്ടം? എനിക്കോ എനിക്ക് തല്ലുന്ന വേഷം അല്ലടാ അടുത്ത പരിപാടി സംവിധായകൻ അടിപൊളിയാണ്. കാരണം നല്ല രീതിയിൽ അദ്ദേഹം ആദ്യത്തെ സിനിമയാണെന്ന് തോന്നില്ല. അതെ അവരെല്ലാവരും വർക്ക് ചെയ്ത് ജാഫ്രൊക്കെ ആണെങ്കിലും മറ്റേ വിനയ് ഫോർട്ട് ആണെങ്കിലും എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു. ഇനി അവസരങ്ങൾ നല്ല രീതിയിൽ താങ്ക് യു. ഹായ് നമസ്കാരം. അപ്പോൾ ബിഗ് ബൻ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ അഭിനയിച്ച വ്യക്തി മുമ്പിലുണ്ട്. കാണേണ്ട പ്രേക്ഷകർ ആട്ടായമുണ്ട്. ആട്ടായ പകുതിയായപ്പോൾ എത്തിയെന്ന് കണ്ടെന്ന് തോന്നുന്നു. അതെ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു വില്ലൻ എന്നുള്ളത് നമുക്ക് വെറുപ്പ് തോന്നുന്ന ക്യാരക്ടറാണ് വില്ലൻ വേഷം എന്ന് പറഞ്ഞത്. എന്തായാലും കുഞ്ഞു വേഷമാണ് ശ്രദ്ധിക്കപ്പെടും. ഞാൻ പടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാഷ്ട്രീയം അത്ര കാണത്തക്ക തിരിച്ചറിഞ്ഞു. അല്ല ഞാൻ മെയിനായിട്ട് പടത്തിന്റെ ബിഹൈൻഡിലാണ് അധികം വർക്ക് ചെയ്തത്. എന്തായാലും ബിഗ് ബൻ എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു മൂവിയാണ്. കാരണം വെച്ചാൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അല്ല ഞാൻ 4-5 വർഷമായിട്ട് നമ്മൾ 4-5 വർഷമായിട്ട് പടത്തിന്റെ ബിഹൈൻഡിലായിരുന്നു. ഞങ്ങൾ 5-8 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് പടം മെയിനായിട്ട് നമ്മുടെ ഡയറക്ടർ ആക്ച്വലി വിനോദ് പുള്ളി നമ്മുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ചൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഞാൻ വന്നിരിക്കുന്നത് അതിനകത്തൊരു ബാറിലെ അതായത് ക്ലബിലൊരു സീനുണ്ട്. അതായത് ചെറിയ സീനാണ്, പറയത്തൊക്കെ ഒന്നുമില്ല. നമ്മൾ അധികം വർക്ക് ചെയ്തിരിക്കുന്നത് ബിഹൈൻഡിലാണ്. പിന്നെ ചെറിയൊരു സീൻ ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അല്ല ഫൈറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഭംഗിയാവട്ടെ. വിനയ് ഫോർട്ടിന്റെയും അനുമോഹന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണ്? ഭംഗിയായിരുന്നു പടം. ഈ പറഞ്ഞ പോലെ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ചാനലിലൂടെ ആരൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ പടം നല്ലൊരു ഫാമിലി ഡ്രാമ ത്രില്ലറാണ്. നല്ലവരായ പ്രേക്ഷകർ പടം കാണുക. ഹീറോയിന്റെ ഒക്കെ അഭിനയം എങ്ങനെയുണ്ട്? നമ്മുടെ അതിഥി ചേച്ചി എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പടം ഡെഫിനറ്റ്ലി എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ആവേശം നിങ്ങളത് കാണണം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞങ്ങൾ ലണ്ടനിൽ പോയൊക്കെ കഷ്ടപ്പെട്ടതിന്റെ ഒരു വലിയ ഫലം തീർച്ചയായിട്ടും. അതിനപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു അവസരം കിട്ടിയതിലൊക്കെ പ്രൊഡ്യൂസറോടും അതിന്റെ ഡയറക്ടറോടും ഒക്കെ വളരെ നന്ദിയുണ്ട്. ഈ സിനിമകൾ തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയെ വിജയിപ്പിക്കണം. അഭിനയിച്ച നമ്മുടെ അതിഥി രവി അനുമോൻ ഒരു രക്ഷയില്ല. അവരൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഭയങ്കരമായിട്ട് ഇമോഷണൽ വർക്കായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. ഭയങ്കര രസമല്ലേ അത് കാണുമ്പോൾ. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്, പക്ഷെ ആരും കണ്ടില്ല. ഇത് നമ്മളെ നല്ല സുഹൃത്തുക്കൾ. പിന്നെ പടത്തിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിഥി രവി, അനുമോഹൻ, പിന്നെ സ്പെഷ്യലി നമ്മുടെ പടത്തിൻ്റെ DOP സജാദ് ഖാൻ, ആക്ടേഴ്സ് എല്ലാം നന്നായി. വിജയ് ബാബു സാർക്ക് എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. കുറച്ച് രംഗങ്ങളുണ്ടെങ്കിലും കുറച്ച് രംഗങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നല്ല. വിജയ് ബാബു ഒരു സീരിയസ് അപ്പിയറൻസ് ആണ്. പെരിച്ചായ്ക്ക് ശേഷം ഒരു നല്ലൊരു സീരിയസ് ഓറിയന്റഡ്. അപ്പൊ എന്തായാലും എല്ലാവരും വാച്ച് തിയേറ്ററിൽ വാച്ച് ചെയ്യാം. താങ്ക് യു. നല്ല മൂവിയാണ്. ഗംഭീരമായിട്ട് ചെയ്തത്. ഇനിയും സിനിമകൾ കിട്ടുന്നുണ്ട്. ആശംസകൾ. ബിഗ് ബൻ സിനിമയ്ക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.